കോമഡി ഉണ്ട്, ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, കരയാനുണ്ട്, എല്ലാം ഉണ്ട്. കോമഡിയും കാര്യങ്ങളൊക്കെ പിന്നെ ഫാമിലി മൂവി ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഒരാളുടെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മാത്രമേ കാണുള്ളൂ എത്ര ഇതായിരുന്നു. അങ്ങനെ നല്ലൊരു മെസ്സേജും കൂടെ തരുന്ന പടമാണ്. ഇൻട്രോളിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു പക്കാ ഫാമിലി മൂവി പുള്ളി തിരിച്ചു വന്നെന്നാണ് തോന്നുന്നത്. ദിലീപ് നല്ലൊരു സിനിമ, നല്ലൊരു കോമഡി എന്റർടൈൻമെന്റ് സിനിമ തന്നെയാണ്. തുടക്കം മുതൽ അവസാനം നന്നായിട്ട് വർക്കൗട്ടായി. ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ബെസ്റ്റ് പടം ദിലീപിന്റെ ഒരു കിടിലൻ പെർഫോമൻസ് പുള്ളിയുടെ 150ാമത് സിനിമയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു വേണ്ടിയിട്ട്. തമാശക്കാർക്ക് എങ്ങനെയാണ്? ഞാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു മെസ്സേജും ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ ഒരു ഇതാണ്. സോഷ്യൽ ഇൻഫ്ലുവൻസർമാർക്ക് ഒരു അടിയുണ്ട്. പിന്നെ എന്താ പറയാ, തിരിച്ചു വരവെന്ന് എനിക്ക് തോന്നിയില്ല. ഒരു ഫാമിലി ആയിട്ട് കണ്ടോണ്ടിരിക്കുക. ദിലീപ് അടിപൊളി, കൊള്ളാം, സൂപ്പർ പടം. ഫാമിലി കാണാൻ ഒരു അടി ഇടിയൊന്നുമില്ല, ഇമോഷണലി ഫുൾ കോമഡി പടം. സെറ്റ്. ദിലീപിന്റെ ആ ഒരു അടിപൊളി പടം കാണണം. ദിലീപ് തിരിച്ചു വന്നാ ഹലോ കോമഡി നല്ല കോമഡി ഉണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു, എന്റർടൈനിങ് ഉണ്ടായിരുന്നു, കോമഡി ആയിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടി നല്ലൊരു മെസ്സേജ് ആയിരുന്നു. പിന്നെ ഭക്ഷണത്തിനെ കുറിച്ചാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. പൊതുവെ എല്ലാ കാരണം മറ്റേ 5 സ്റ്റാർ ഹോട്ടലിനെ കാട്ടി ഇപ്പോഴുള്ള തട്ടുകടയാണ് ബെറ്റർ എന്ന് തോന്നുന്നു.